മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ നെടുമ്പാശ്ശേരി അവയവ കച്ചവട കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. എറണാകുളം റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘം കേസ് അന്വേഷിക്കും. ഡാനി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു. ഡാനി, വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. 10-അംഗ പുതിയ സംഘം രൂപം വരുമ്പോൾ എന്താണ് ഈ അവയവക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ നീക്കങ്ങൾ? സജിത്ത്, ഈ അവയവക്കടത്ത് കേസിലെ വളരെ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ ഈ പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ ഇടനിലക്കാരടക്കം ഇക്കാര്യങ്ങളിലുണ്ട് എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് വന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചി സ്വദേശി അടക്കം കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഇയാൾ ഈ കേസിലെ പ്രതി ചേർക്കേണ്ട സാഹചര്യമോ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട സാഹചര്യമോ ഇപ്പോൾ ഇല്ല എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിഗമനം. ഇതിലെ മുഖ്യ കണ്ണി എന്ന് പറയുന്നത്, മുഖ്യ ഒരു ഇടപാടുകാരൻ എന്ന് പറയുന്നയാൾ ഹൈദരാബാദ് സ്വദേശിയാണ്. അയാൾ നിലവിൽ ഹൈദരാബാദ് തന്നെയാണ് ഉള്ളതെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചിരിക്കുന്നത്. അതുമാത്രവുമല്ല, ഇപ്പോൾ അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത് ഇയാൾ കടത്തിക്കൊണ്ടുപോയവരുടെ പൂർണ്ണമായ വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ്. കഴിഞ്ഞ ദിവസം പാലക്കാട് ഇത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്തിയെങ്കിലും ഈ 20 പേരുടെ ഒരു ലിസ്റ്റാണ് ഇയാൾ നൽകിയിരിക്കുന്നത്. അതിൽ ഒരാൾ മാത്രമാണ് മലയാളി എന്നതാണ് നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരം. മറ്റുള്ളവർ അതിഥി തൊഴിലാളികൾ അടക്കമുള്ളവരുണ്ട്. ഇവർ പലരും തന്നെ തിരിച്ചെത്തിയിട്ടുമില്ല. അത്തരം വിവരങ്ങളൊന്നും തന്നെയും ഇയാൾ സമയത്തിൽ നിന്ന് ലഭ്യമായിട്ടുമില്ല. അപ്പോൾ ഇത് സംബന്ധിച്ച് ഈ കടത്തിക്കൊണ്ടുപോയവരെ സംബന്ധിച്ച് പൂർണ്ണമായ ഒരു ചിത്രം എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്നതാണ് ഇവരുടെ മുന്നിലുള്ളത്. അതുമാത്രവുമല്ല, പലരുടെയും വൃക്ക ഇതിൽ ദാനമായി നൽകുക, അല്ലെങ്കിൽ ഇവർക്ക് പണം വാങ്ങിച്ചുകൊണ്ട് കൈമാറുക എന്നതിനപ്പുറം അന്വേഷണ സംഘം സംശയിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതിൽ ആരെങ്കിലും കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്കും മറ്റും ഇങ്ങനെ കടത്തിക്കൊണ്ടുപോയവരെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് തന്നെ അന്വേഷിക്കുകയാണ്. ഇതിൽ കേന്ദ്ര ഏജൻസികളുടെ ഒരു അന്വേഷണം, പ്രാഥമികമായ രീതിയിൽ ഒരു വിവരശേഖരണം കഴിഞ്ഞിട്ടുണ്ട്. NIA ഉൾപ്പെടെ അന്വേഷണത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യത വളരെ സജീവമായിട്ട് തന്നെ ഇക്കാര്യത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ ചോദ്യം ചെയ്യലിൻ്റെ വിശദാംശങ്ങളടക്കം ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് കൈമാറിയിട്ടുമുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ അന്വേഷണ ഏജൻസികൾ, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഒരു ഇടപെടൽ ഏത് രീതിയിലാണ് എന്നതാണ് ഇനി അറിയേണ്ടത്. ഒപ്പം ഇയാളിൽ നിന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ശേഖരിച്ച വിവരങ്ങളിൽ ഇയാളുടെ പണമിടപാടുകൾ അടക്കമുണ്ട്. അത്തരം കാര്യങ്ങളുടെ കൂടി ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഡാനി സൂചിപ്പിച്ചതുപോലെ പുതിയ 10-അംഗ അന്വേഷണ സംഘം നിലവിൽ വന്നതോടെ ഈ കേസിന്റെ അന്വേഷണ നടപടികൾ വളരെ വേഗത്തിലേക്ക് കടക്കും എന്നതായിരിക്കും.